എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം 15 വാക്യത്തിൽ കഴിഞ്ഞു പോകുന്ന മനുഷ്യജീവിതത്തെക്കുറിച്ച് ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസ്താവന കാണുവാൻ കഴിയുന്നുണ്ട്. സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് എല്ലാ സന്ദർഭങ്ങളിലും നാം കുറിക്കൊള്ളേണ്ടതും ഓർക്കേണ്ടതുമായൊരു കാര്യം, നമ്മുടെ ജീവകാലം അല്പായുസ്സുള്ളതാണെന്നുള്ള ബോധ്യതയോടുകൂടി മാത്രമാവണം നമ്മുടെ യാത്രകൾ, നമ്മുടെ ജീവിതം എന്നുള്ളതായ കാര്യമാണ്. 39 സങ്കീർത്തനത്തിൽ നാം വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നത്, ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എന്റെ ആയുസ്സ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. നാം അകത്തേക്കെടുക്കുന്ന ശ്വാസം അത് പുറത്തേക്ക് പോകാതെ വരികയോ പുറത്തേക്ക് വിട്ട ശ്വാസത്തെ തിരിച്ചെടുക്കാൻ കഴിയാതെ പോവുകയോ ചെയ്താൽ അവസാനിക്കുന്ന ഒന്നു മാത്രമാണ് നമ്മുടെ ജീവിതകാലമെന്ന് ആ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുകയാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. ഈ ലോകത്ത് നേട്ടങ്ങൾക്കും നന്മകൾക്കും ഉയർച്ചകൾക്കുമൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ആ തലത്തിൽ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും പേരും പ്രസിദ്ധിയും ഉണ്ടാക്കുകയും പരിശ്രമിക്കുമ്പോൾ തന്നെ നാം അതനുഭവിക്കാൻ കഴിയുന്നവരാണോ? നമ്മുടെ ജീവിതത്തിന്റെ താൽക്കാലികതയെക്കുറിച്ചുള്ള ബോധ്യതകൾ നമ്മെ പലപ്പോഴും ജീവിതത്തിന്റെ ഗൗരവമുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ചിന്ത തിരിക്കുന്നതാണെന്നും നമ്മെ ഓർപ്പിക്കുക തന്നെയാണ് ഈ വചനത്തിലൂടെ ചെയ്തിട്ടുള്ളത്. 90 സങ്കീർത്തനത്തിന്റെ 4 വാക്യവും പറയുന്നത്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു എന്നുള്ള വാക്കാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലം ഒരു യാമം പോലെ മാത്രമേ ഉള്ളൂ. മറ്റു പദങ്ങളിലേക്ക് നോക്കിയാൽ പുല്ല്, പൂവ്, നിഴല് എന്നിവയോട് സമാനമാക്കിയാണ് ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തെ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നാം മറന്നുപോകരുത്. ഒരു മഴ പെയ്ത് പുല്ല് കിളിർത്തു വരുന്നെങ്കിലും ഒരു വെയിലടിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നതുപോലെ, പ്രഭാതത്തിൽ നോക്കുമ്പോൾ മനോഹരമായ ഒരു പുഷ്പം അത് വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു എങ്കിലും അന്ന് സന്ധ്യയാകുമ്പോഴേക്ക് അത് കൊഴിഞ്ഞു വീണു പോകുന്നതുപോലെ, നിഴൽ മാറി മാറി പോകുന്നതുപോലെ മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഒരു യാമത്തിനും പുല്ലിനും പൂവിനും നിഴലിനും ഒക്കെ തുല്യമായിരിക്കുന്നു എന്ന് ആധികാരികമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ സകല മനുഷ്യനും മരിക്കുമെന്നും മരണത്തെ അതിജീവിപ്പാൻ ആർക്കും കഴിയില്ലെന്നുമൊക്കെ ഓർപ്പിക്കുന്ന വാക്കുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചാണ്. നാം ഒന്നറിയണം, എത്ര കാലം ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നറിയായിക കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം തരുന്ന നാളുകൾ അത് ദൈവത്തെ ഭയപ്പെട്ടും മനുഷ്യനെ സ്നേഹിച്ചും പരമാർത്ഥതയോടെ നമ്മിൽ കടപ്പെട്ടിരിക്കുന്ന കടപ്പാടുകളുടെ നിർവഹണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തും ആ നിലകളിൽ നമ്മുടെ ജീവിതകാലം മുൻപോട്ട് കഴിപ്പാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ അതിനായി ഉത്സാഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ താൽക്കാലികതയെ തിരിച്ചറിഞ്ഞ് ഇവിടത്തെ നേട്ടങ്ങളെക്കാൾ അപ്പുറത്ത് നിത്യതയെക്കുറിച്ചുള്ള ചിന്തയോടെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനും ആ നിലകളിൽ ജീവിപ്പാനും ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. നിങ്ങളുടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.